ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 22, പേജ് നമ്പർ 200. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. പദാനുപദം. പാർത്ഥ, ഹേ പാർത്ഥ, ത്രിഷു ലോകേഷു 3 ലോകങ്ങളിലും, മേ എനിക്ക്, കർത്തവ്യം കർത്തവ്യമായിട്ട്, കിഞ്ചന ഒന്നും, ന അസ്തി ഭവിക്കുന്നില്ല, അനാവാപ്തം വേണ്ടതും, അവാപ്തവ്യം പ്രാപിക്കേണ്ടതായിട്ടും, ന ഇല്ല, കർമ്മണി ഏവ നിയത കർത്തവ്യത്തിൽ തന്നെ, വർത്തേച്ച ഞാൻ വർത്തിക്കുകയും ചെയ്യുന്നു. വിവർത്തനം. പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഭാവാർത്ഥം. വൈദിക സാഹിത്യം ഭഗവാനെ വർണ്ണിക്കുന്നതിങ്ങനെയാണ്. തമീശ്വരാണാം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവതം പതിം പതീനാം പരമം പരസ്താത് വിദാമദേവം ഭുവനേശമീഢ്യം ന തസ്യ കാര്യം കരണം ച വിദ്യതേന തത് സമശ്ചാദ്യധികശ്ച ദൃശ്യത്തെ പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയതേ സ്വാഭാവികീ ജ്ഞാനബലക്രിയാച്ച. നിയന്താക്കളെ എല്ലാം ശ്രീ ഭഗവാൻ നിയന്ത്രിക്കുന്നു. നാനാഗ്രഹാധിപതികളിൽ വെച്ച് ശ്രേഷ്ഠനുമാണവിടുന്ന്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ തന്നെയാണ് ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. അവയൊന്നും സ്വയം പരമാധികാരിയല്ല. അദ്ദേഹം സർവദേവന്മാർക്കും ആരാധ്യനും ഭരണാധികാരികളിൽ അഗ്രഗണ്യനുമാണ്. ആരും അദ്ദേഹത്തെക്കാൾ വലിയവനല്ല. ഭൗതിക നേതാക്കളെക്കാളും നിയന്താക്കളെക്കാളും എത്രയോ സമുന്നതനും അവർക്കെല്ലാം പൂജനീയനുമാണ്. കാരണങ്ങൾക്കെല്ലാം ആദികാരണമായ അദ്ദേഹം സാധാരണ ജീവാത്മാവിൻ്റെ മൂർത്തരൂപം പോലെയല്ല ശ്രീ ഭഗവാന്റേത്. അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവും വ്യത്യസ്തങ്ങളല്ല,
നിരപേക്ഷനാണ് അദ്ദേഹം. അവിടുത്തെ ഇന്ദ്രിയങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. തൻ്റെ ഏതിന്ദ്രിയത്തിനും മറ്റേതൊന്നിൻ്റെയും പ്രവൃത്തി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാനനായോ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായോ ആരും തന്നെയില്ല. അവിടുത്തെ വിഭൂതികൾ നാനാവിധങ്ങളാണ്. പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി തുടർന്നു പോരുന്നവയുമാണ്. ശ്വേതാശ്വതരോപനിഷത്ത് 6-7-8. ഭഗവാനിൽ ഏതൊന്നും സമ്പൂർണ്ണ ഐശ്വര്യത്തോടും പൂർണ്ണ സത്യമായും നിലകൊള്ളുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. കർമ്മഫലങ്ങൾ ആവശ്യപ്പെടുന്നവന് മാത്രമാണ് കർത്തവ്യങ്ങൾ വിധിക്കപ്പെട്ടിട്ടുള്ളത്. 3 ലോകങ്ങളിൽ നിന്നും നേടേണ്ടതായൊന്നുമില്ലാത്തവന് എന്തുണ്ട് കർത്തവ്യം? എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷത്രിയരുടെ നേതാവെന്ന നിലയിൽ കുരുക്ഷേത്ര യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു. കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കേണ്ടത് ക്ഷത്രിയർക്കു വിധിക്കപ്പെട്ട ചുമതലയാണല്ലോ. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നിരിക്കലും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. ഹരേ കൃഷ്ണ.